ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഞങ്ങള് ഒരു 6 മണിക്കൂറിന് നീണ്ട യാത്രയ്ക്ക് ശേഷം ദുഃഖത്ത് എത്തിയിരിക്കുകയാണ്. ദുഃഖത്ത് നല്ല കാറ്റാണ്, നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. പിന്നെ ക്ലൈമറ്റും നല്ല ക്ലൈമറ്റ്. അല്ലേ, ആ റേഞ്ചിലാണ്. നല്ല ഹായ് ഫ്രണ്ട്സ്, ഷഫീറാണ് കൂടെ, സച്ചിനുണ്ട്. ഞങ്ങളൊരു യാത്ര പോകും. യാത്ര ആണെന്നല്ല, സൈറ്റ് വിസിറ്റ് ഉണ്ട്. ദുഃഖം ഒരു മസ്കറ്റിന് ഏകദേശം ഒരു 600 കിലോമീറ്റർ കഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇന്ന് രാത്രി അവിടെ ആയിരിക്കും. അപ്പോൾ പോണ യാത്രയിലുള്ള കാഴ്ചകൾ കണ്ടുപോകാം. ഒരു വഴികൾ കിട്ടിയില്ല. ആന കേസ് നമ്മൾ കാത്തിരുന്ന ആ ടണൽ ഇതാ വരുന്നു. ഞാൻ മുമ്പ് ഈ വഴി പോയിട്ടുണ്ട്, കസിൻസിനൊക്കെ ആയിട്ട് ഒരു തവണ പോയിട്ടുണ്ട്. അതിന് കഴിഞ്ഞ വീഡിയോയിലുണ്ടാവും. അതാ വീണ്ടും ആ വഴി പോകാനൊരു അവസരം കൂടെ കിട്ടിയിരിക്കുകയാണ്. കറക്റ്റ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, 90. ഇവിടെ ഈ ടണലിൻ്റെ കിലോമീറ്റർ എഴുതിയിട്ടുണ്ട് 681 മീറ്റർ ടണലിൻ്റെ പ്ലേറ്റ് വന്നിട്ട് പ്ലേറ്റാണ്. അന്ന് ഇത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അന്ന് പോകുന്നത്. അത് രണ്ടിലെത്തിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതിലേക്കൊന്നും കണ്ടില്ല, ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു മരുഭൂമിയിലൂടെയുള്ള യാത്ര. ഏകദേശം ഒരു 2 മണിക്കൂറായി ഉണ്ടാവും ഈ യാത്ര. ഇതുപോലെ തുടങ്ങിയിട്ട് 2.5 മണിക്കൂറായി അല്ലേ. ഇതേപോലെ ഒരു വ്യത്യാസമില്ല, ഇങ്ങനെ പോകണം. സാധാരണ സലാലേക്ക് പോണ വഴിയിൽ ഇങ്ങനെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ദുഃഖത്തേക്കാണ് പോണത്. റോഡ് കണ്ടില്ല, ഇങ്ങനത്തെ റോഡ്. പക്ഷെ തിരക്കൊന്നുമില്ല, ഒഴിഞ്ഞു കിടക്കുന്ന റോഡാണ്, സുഖമായിട്ട് പോവാം. പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാം, ഇങ്ങനെ പോവാം. നല്ല നിരപ്പായിട്ട് കിടക്കണ മരുഭൂമി, അതിലൂടെ പച്ചപ്പ്, ചെറിയ പച്ചപ്പുല്ലുകളാണ്. കിട്ടി മക്കളെ, കിട്ടി. ക്രോസിംഗ്. കാട്ടില് ആന ക്രോസ് ചെയ്യുന്നു, നാട്ടിൽ ആന ക്രോസ് ചെയ്യുന്നു, ഇവിടെ ഒട്ടകം ക്രോസ് ചെയ്യുന്നു. വിജയുടെ മുഖത്ത് വന്നിട്ടുള്ള, അതായത് പാർത്ഥിപന്റെ, അതായത് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഞങ്ങള് ഒരു 6 മണിക്കൂറിന് നീണ്ട യാത്രയ്ക്ക് ശേഷം ദുഃഖത്ത് എത്തിയിരിക്കുകയാണ്. ദുഃഖത്ത് നല്ല കാറ്റാണ്, നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. പിന്നെ ക്ലൈമറ്റും നല്ല ക്ലൈമറ്റ്. അല്ലേ,